ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമുക്ക് ലേണേഴ്സ് ടെസ്റ്റിന് വരുന്ന ക്വസ്റ്റ്യൻ ആൻസേഴ്സ് നോക്കാം. എങ്ങനെയാണ് ക്വസ്റ്റ്യന് പെട്ടെന്ന് ആൻസർ ചെയ്യേണ്ടത് എന്നാണ് നമ്മളിവിടെ പറയുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഈ ഒരു വീഡിയോ കണ്ടിട്ട് പോവുകയാണെങ്കിൽ കൃത്യമായിട്ട് നിങ്ങൾക്ക് പെട്ടെന്ന് ക്ലിക്ക് ചെയ്ത് നെക്സ്റ്റ് സബ്മിറ്റ് ബട്ടൺ ഞെക്കി നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാവുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടതെന്ന് പറയാം. പിന്നെ ഈ ഒരു വീഡിയോയിൽ 10 ക്വസ്റ്റ്യൻസ്, ഓരോരോ വീഡിയോയിലും 10 ക്വസ്റ്റ്യൻസ് വെച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. പിന്നെ ഇതിനകത്ത് ഞാനാണെങ്കിൽ MVD ലീഡ്സിലെ ആപ്പിൽ നിന്ന് ഓരോരോ പെട്ടെന്ന് ചെയ്തുകൊണ്ടാട്ടോ റോങ് ആൻസേഴ്സൊക്കെ കിട്ടിയിട്ട് റൈറ്റ് ആൻസേഴ്സൊക്കെ വന്നേക്കുന്നത്. അപ്പോൾ നിങ്ങളത് ശ്രദ്ധിക്കേണ്ട. നമുക്ക് ജസ്റ്റ് ആ ക്വസ്റ്റ്യൻ്റെ ആൻസർ അറിഞ്ഞിരിക്കുക. എനിക്ക് പെട്ടെന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാനങ്ങനെ ചെയ്തത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു എക്സാമിന് തന്നെ ഏകദേശം 15 മിനിറ്റ് ഉണ്ടല്ലോ. അപ്പോൾ ആ ഒരു ഡ്യൂറേഷൻ വരെ കാത്തിരിക്കാനായിട്ടുള്ള സമയമില്ലാത്തതുകൊണ്ടും അങ്ങനത്തെ കാര്യങ്ങൾ കൊണ്ടുമാണ് കേട്ടോ. അപ്പോൾ നിങ്ങളത് കാര്യമാക്കേണ്ട, ക്വസ്റ്റ്യൻസ് പഠിച്ചു വയ്ക്കുക. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഇങ്ങനെ, അതായത് നിങ്ങൾ ഒരു ക്വസ്റ്റ്യൻ കാണുമ്പോഴത്തേക്കും ഡി ഓപ്ഷൻ, അതായത് ലാസ്റ്റ് 4th ഓപ്ഷൻ വന്നിട്ട് മുകളിൽ പറഞ്ഞവ എല്ലാം എന്നാണെങ്കിൽ ഒരു 60 to 70% അതിൻ്റെ ആൻസർ ഡി ഓപ്ഷൻ തന്നെയായിരിക്കും കേട്ടോ. അപ്പോൾ ഈ ഡി ഓപ്ഷൻ അല്ലാത്ത കാര്യങ്ങൾ നമ്മൾ പഠിച്ചു വെച്ചാൽ മതി. സിമ്പിളാണ്. ഞാൻ പറഞ്ഞിരിക്കുന്നത് നിങ്ങൾക്ക് പ്രോസസ്സ് ചെയ്തോന്ന് അറിയാൻ പാടില്ല. ഞാനൊന്നും കൂടി വിശദീകരിക്കാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വരുമ്പോൾ അതിൻ്റെ ആൻസർ 60% അല്ലെങ്കിൽ 70% ഡി ആൻസർ ആവാനായിട്ടുള്ള, മുകളിൽ പറഞ്ഞവ എല്ലാം എന്നുള്ള ആവാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. ബാക്കി 30 അല്ലെങ്കിൽ 40% ഈ ഒരു ABCയിൽ ആൻസർ വരാനായിട്ടുള്ള ചാൻസ് ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് അറിയില്ല, ക്വസ്റ്റ്യൻ അറിയില്ല ക്വസ്റ്റ്യൻ്റെ ആൻസർ അറിയില്ല ഉണ്ടെങ്കിൽ ആബ്സല്യൂട്ട്ലി നിങ്ങൾക്ക് വേണമെങ്കിൽ ഡി ആൻസർ സെലക്ട് ചെയ്യാവുന്നതാണ്. പോയി കിട്ടി ഒരു ചാൻസ്. ഓക്കെ, അപ്പോൾ ക്വസ്റ്റ്യൻ്റെ ആൻസർ അറിയില്ലെങ്കിൽ നിങ്ങൾ ഡി ആൻസർ കൃത്യമായിട്ട് സെലക്ട് ചെയ്യുക. ഇത് ഡി അല്ലാത്തതുകൊണ്ട് കേട്ടോ. ഡി അല്ലാത്തത് മാത്രം നമ്മൾ പഠിച്ചു വെച്ചാൽ മതി. പെട്ടെന്ന് ആൻസർ ചെയ്യാനായിട്ടുള്ള ട്രിക്കാണ് ഇവിടെ പറഞ്ഞു തരുന്നത്. എന്നും വെച്ചിട്ട് റോഡ് സേഫ്റ്റീനെ പറ്റി പഠിക്കരുത് എന്നല്ല ഞാൻ പറഞ്ഞത്. ഓക്കെ, അതും പ്രത്യേകം ഓർക്കുക. റോഡ് സേഫ്റ്റീനെ പറ്റി നമ്മൾ പഠിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ വണ്ടി എടുത്ത് ഇറങ്ങിയാലാണ് അതിൻ്റേതായിട്ടുള്ള നമുക്ക് സേഫായിട്ട് ഇരിക്കാനായിട്ട് പറ്റുള്ളൂ. ഇത് എക്സാമിന് എങ്ങനെ 30 സെക്കൻഡിനുള്ളിൽ ആൻസർ ചെയ്യാമെന്നാണ് ഞാൻ പറയുന്നത്. ഇനി അതേപോലെ തന്നെ സിമിലർ ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ് ഇത്. ഇതിനകത്തും ഡി ഓപ്ഷൻ വന്നിരിക്കുന്നത് മുകളിൽ പറഞ്ഞവ എല്ലാമാണ്. പക്ഷേ ആ ഒരു ഡി ഓപ്ഷൻ കറക്റ്റ് അല്ല, സി ഓപ്ഷനാണ് കറക്റ്റ്. അപ്പോൾ ഈ ഞാൻ പറഞ്ഞു ഡി ഓപ്ഷൻ കറക്റ്റ് അല്ലാത്ത ക്വസ്റ്റ്യൻസ് നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് വായിച്ച് ഓർത്ത് വയ്ക്കുക, വായിച്ചിട്ട് പോവുക. അപ്പോൾ തന്നെ നമുക്ക് ഏകദേശം ആ ഒരു ക്വസ്റ്റ്യൻസ് അന്നോ അതിൻ്റെ തലേന്നോ വായിച്ച് വെച്ചിട്ട് പോവുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമ്മുടെ മനസ്സിലേക്ക് ആ ഒരു ക്വസ്റ്റ്യൻ പോപ്പ് ചെയ്ത് വരുന്നതായിരിക്കും. നമുക്ക് ക്വസ്റ്റ്യൻ കിട്ടുവാണെങ്കിൽ ആൻസർ പോപ്പ് ചെയ്ത് വരുന്നതായിരിക്കും. അപ്പോൾ ഇതിനകത്ത് എന്താ ക്വസ്റ്റ്യൻ എന്താ? വാഹനത്തിൻ്റെ വീലുകൾ ശരിയായി സന്തുലിതമല്ലെങ്കിൽ എന്ത് സംഭവിക്കും? സ്റ്റിയറിംഗ് വീൽ വൈബ്രേഷൻ ആകും. അത് സിമ്പിളായിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ്. അപ്പോൾ വീലുകൾ സന്തുലിതമല്ലെങ്കിൽ സ്റ്റിയറിംഗ് വീലിനാണ് പ്രശ്നം വരിക. അപ്പോൾ അത്രയും ഓർത്തിരിക്കുക. സിമ്പിളാണ്. അപ്പോൾ ഈ ഒരു സംഭവം വായിക്കുമ്പോൾ തന്നെ ആ ഒരു ക്വസ്റ്റ്യനിലേക്ക് അപ്പം തന്നെ ക്ലിക്ക് ചെയ്യുക, ഓപ്ഷൻ സി സെലക്ട് ചെയ്യുക, സബ്മിറ്റ് ചെയ്യുക. നമ്മൾ വേറെ സമയം കളയാനായിട്ട് സമയമില്ല, ആലോചിക്കാനായിട്ടൊന്നും സമയമില്ല. വീലുകൾ സന്തുലിതമല്ലെങ്കിൽ സ്റ്റിയറിംഗ് വീൽ. അപ്പോൾ ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ വരുവാണെങ്കിൽ ഇനി എന്ത് ചെയ്യും? ഈ ഒരു ക്വസ്റ്റ്യൻ ഒന്ന് ശ്രദ്ധിച്ചു നോക്കി. ഈ ക്വസ്റ്റ്യൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ക്വസ്റ്റ്യനൊക്കെ നമ്മളെപ്പോഴും ഓർത്തിരിക്കേണ്ട ക്വസ്റ്റ്യനാണ്. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ക്വസ്റ്റ്യൻ്റെ പ്രത്യേകത എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ക്വസ്റ്റ്യൻ ഒരിക്കലും 30 സെക്കൻഡ് കൊണ്ട് നമുക്ക് വായിച്ച് തീരാനായിട്ട് പറ്റില്ല. അതുപോലെ തന്നെ ആൻസർ കണ്ടെത്തുക എന്നുള്ള ഇതില്ല, മനപ്പാഠം പഠിച്ചു വയ്ക്കുക. അതാണ് ചെയ്യേണ്ടത്. അപ്പോൾ യാത്രക്കാർക്ക് പരുക്കുകളോടെ വാഹനം ഒരു വലിയ അപകടത്തിൽപ്പെട്ടാൽ ഡ്രൈവർ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ഓപ്ഷൻ എന്താ പറയുന്നത്? ബി ആണ് വരേണ്ടത്. അതായത് 2ഉം 3ഉം മാത്രമാണ് ശരി. 2ഉം 3ഉമാണ്. പരുക്കുകൾ പറ്റിയാൽ ഡ്രൈവർ എന്ത് ചെയ്യണമെന്ന് പറയുന്നതിൻ്റെ 2ഉം 3ഉം അത് ഓർത്തിരിക്കുക. അതപ്പം തന്നെ ഈ ഒരു 13ാമത്തെ ആ ഒരു ക്വസ്റ്റ്യൻ കണ്ടില്ലേ, മുകളിലത്തെ ആ ഒരു ക്വസ്റ്റ്യൻ മാത്രം വായിച്ച് നോക്കുക. അത് ഓപ്ഷൻസ് ബി ആണ് വരിക, 2ഉം 3ഉം. അത് ഓർത്ത് വയ്ക്കുക. ഞാൻ ഏതൊരു എക്സാമും എഴുതാൻ പോകുമ്പോഴത്തേക്കും ഞാൻ എന്താ ചെയ്യുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ
അല്ല, ഒരു ടിപ്പായിട്ടാട്ടോ പറഞ്ഞു തരുന്നത്. ഇതിൻ്റെ ഇടയ്ക്കൂടെ നീട്ടിച്ച് കൊണ്ടുപോകുന്നു എന്നൊക്കെ ചിലവർക്ക് പരാതി ഉണ്ടാവും. പക്ഷേ ഇത് ഹെൽപ്ഫുള്ളാണ്. ഓക്കെ, നമ്മൾ ഏതൊരു എക്സാമിന് പോകുമ്പോഴും നമ്മളൊരു ചെറിയൊരു പോക്കറ്റ് നോട്ട് മേടിച്ച് വെക്കുക കേട്ടോ. ഈ ഒരു എക്സാമിന് പ്രത്യേകിച്ചും ഒരു പോക്കറ്റായിട്ടുള്ള ഒരു ചെറിയൊരു നോട്ട് മേടിച്ച് വെക്കുക. ക്വസ്റ്റിന് ഏതാണ് എന്ന് എഴുതുക. മൊത്തം എഴുതിയില്ലെങ്കിലും ജസ്റ്റ് ആ ഒരു ക്വസ്റ്റ്യൻ ഓർത്തിരിക്കാനായിട്ട്. ഇപ്പോൾ യാത്രക്കാർക്ക് അപകടത്തിൽപ്പെട്ടാൽ ഡ്രൈവർ എന്താണ് ചെയ്യുന്നത് എന്നുള്ളതല്ലേ. അപ്പോൾ എന്താണ് ചെയ്യുന്നത് എന്നുള്ളത് ക്വസ്റ്റ്യൻ എഴുതുക. ആൻസർ വേറൊരു ഇങ്കിൽ എഴുതി വയ്ക്കുക. ഓക്കെ, രണ്ടും രണ്ട് ഇങ്കിൽ എഴുതി വയ്ക്കുക. ഇപ്പോൾ റെഡ് ആണെങ്കിലും ഗ്രീൻ ആണെങ്കിലും റെഡ്, ഗ്രീന്, ബ്ലൂ, ബ്ലാക്ക് അങ്ങനത്തെ ഇഷ്ടംപോലെ ഇങ്കുകളുണ്ടല്ലോ. അപ്പോൾ അതിനകത്ത് ഏതെങ്കിലും ക്വസ്റ്റ്യൻ ഒരു ബ്ലൂ ഇങ്കിൽ എഴുതുവാണെങ്കിൽ ആൻസർ ഒരു റെഡ് ഇങ്കിൽ എഴുതുക. പെട്ടെന്ന് നമുക്ക് ഓർമ്മയിൽ വരും. ഓക്കെ, അപ്പോൾ അതും ഞാൻ അങ്ങനെയും ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പേഴ്സണലി ഞാൻ എല്ലാ നോട്ടും നോട്ട് ടേക്കിങ് എനിക്ക് ഭയങ്കരമായിട്ട് ഇതുള്ളതാണ്. ഏതൊരു പരീക്ഷയ്ക്ക് പോയാലും ഞാൻ നോട്ട് ടേക്ക് ചെയ്യാറുണ്ട്. എനിക്ക് ചെറിയ ചെറിയ പേപ്പറുകളിൽ ഞാൻ എഴുതിയെടുക്കും ചെറിയ പോയിൻറ്റ്സ് നമുക്ക് പെട്ടെന്ന് ഓർക്കാനായിട്ട്. ഓക്കെ, അതും ഹെൽപ്പ് ചെയ്തെന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ. അപ്പം നിങ്ങളത് ജസ്റ്റ് ഒന്ന് എഴുതി വയ്ക്കുക. നമ്മൾ നല്ലോണം പ്രിപ്പയർ ചെയ്ത് പോയാലാണ് നമുക്ക് പെട്ടെന്ന് ആൻസർ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അതും ഓർത്തിരിക്കുക കേട്ടോ. ഞാൻ ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്ത് പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഈ ഒരു എക്സാമിനെന്ന് വെച്ച് കഴിഞ്ഞാൽ മെയിനായിട്ട് ടൈം മാനേജ്മെൻ്റ് ആണ് പ്രധാനം. അല്ലെങ്കിൽ നമ്മളതിന് ഫെയിലാവും. അതുകൊണ്ടാണ് എടുത്തെടുത്ത് പറയുന്നത് കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ കണ്ടോ. ഒരു ഡ്രൈവിംഗ് ലൈസൻസ് പുതുക്കാനുള്ള അപേക്ഷ സമർപ്പിക്കാനുള്ള സമയം എപ്പോൾ കേട്ടോ. അപ്പോൾ കാലഹരണപ്പെടുന്നതിന് 1 വർഷം മുൻപ്, കാലഹരണം പെടുന്ന തീയതി കഴിഞ്ഞ് 1 വർഷത്തിനുള്ളിൽ. പിന്നെ കൊടുത്തിരിക്കുന്ന ഓപ്ഷൻ സി വന്നിട്ട് മുകളിൽ കൊടുത്തിരിക്കുന്ന 2 ശരിയാണ്. മുകളിൽ കൊടുത്തിരിക്കുന്നത് ഇതിലൊന്നുമല്ല എന്നുള്ളതാണ് ഓപ്ഷൻ ഡി. ഓക്കെ, അപ്പോൾ ഈ ഒരു ഡ്രൈവിംഗ് ലൈസൻസ് അപേക്ഷ പുതുക്കാനുള്ള അപേക്ഷ എന്ന് എഴുതിയിടുക. കഴിഞ്ഞിട്ട് ഓപ്ഷൻ സി മുകളിൽ കൊടുത്തിരിക്കുന്ന 2 ശരിയാണ്. ഓക്കെ, പുതുക്കാനുള്ള അപേക്ഷ 2 ശരിയാണ്. അത് ഓർത്തിരിക്കുക. ഓക്കെ, നമ്മളങ്ങനെ തന്നെ ചെറിയൊരു നോട്ടാണ് ഉപയോഗിക്കുന്നത്. പുതുക്കാനുള്ള അപേക്ഷ 2 ശരിയാണ് എന്ന് എഴുതി വയ്ക്കുക. ഇത്രയും മതി. നമ്മൾ ഓർത്തിരിക്കണം ഏത് ഓപ്ഷനാണ്. ഓപ്ഷൻ സി 2 ശരിയാണ്. ഇത്രയും എഴുതി വയ്ക്കുക. നമുക്ക് ഇങ്ങനെ എഴുതി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ആ ഒരു എക്സാമിന് മുന്നേ ആണെങ്കിൽ നമുക്ക് ആ നോട്ട് ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കിയിട്ട് എല്ലാ നോട്ടുകളും ഇങ്ങനെ വായിച്ച് നോക്കാനായിട്ടുള്ള സമയം കിട്ടും. ക്വസ്റ്റ്യൻസും ആൻസേഴ്സും മൊത്തത്തിൽ വായിച്ച് നോക്കാനായിട്ട് സമയം കിട്ടില്ല. പക്ഷേ ഈ നോട്ട് വായിച്ച് നോക്കിയിട്ട് പോകണമെങ്കിൽ പെട്ടെന്ന് ഓർമ്മ കിട്ടും. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ടോ, ഇങ്ങനത്തെ ഇത്രയും വലിയ ക്വസ്റ്റ്യൻസൊക്കെ വരും കേട്ടോ. അപ്പോൾ അത് നിങ്ങൾ പേടിക്കൊന്നും വേണ്ട. നിങ്ങളിത് ഞാൻ ആദ്യമേ പറഞ്ഞു, വായിച്ച് നോക്കാനായിട്ട് നിൽക്കരുത് ക്വസ്റ്റ്യൻ. ഓക്കെ, ആ ക്വസ്റ്റ്യനിൽ തന്നെ എന്തെങ്കിലും ഒരു സ്പെസിഫിക് ആയിട്ടുള്ള നമ്മൾ ഓർത്തിരിക്കാനായിട്ടുള്ള ഒരു സംഭവം എടുക്കുക. ഇതിനകത്ത് എന്താ സെക്ഷൻ 194 എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ആൻസർ എന്താണെന്ന് നോക്കാം. ആൻസർ വന്നിട്ട് 4 ശരിയാണ്. ഓപ്ഷൻ ഡി. ഓക്കെ, അപ്പോൾ എന്താ സെക്ഷൻ 194 ഓപ്ഷൻ ഡി 4 ശരിയാണ് എന്നുള്ളത് എഴുതി വയ്ക്കുക. നമ്മൾ ഓർത്തിരിക്കുക. ഓക്കെ, ഇത്രയും വലിയ ക്വസ്റ്റ്യൻസ് ഒന്നും വായിച്ച് നോക്കാൻ പോരുത്. നമുക്കതിന് സമയമില്ല. നമ്മളത് വെറുതെ ഇതായിരിക്കും. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇത് എക്സാമിന് എങ്ങനെയാണ് നമ്മൾ ആ ടൈം മാനേജ്മെൻറ്റിൽ എങ്ങനെയാണ് ഓർത്തിരിക്കേണ്ടത് മാത്രമാണ് പറയുന്നുള്ളത്. പക്ഷേ ഇതിൻ്റെ കണ്ടൻറ്റ് എല്ലാം നമ്മൾ പഠിച്ച് വെക്കേണ്ടതാണ്. ഒരു ഡ്രൈവർ പഠിച്ച് വെക്കേണ്ടതാണ്, അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ്. അപ്പോൾ നിങ്ങൾ എന്നെ വായിച്ച് നോക്കണം. അല്ലാതെ ഈ ഞാൻ പറഞ്ഞല്ലോ ലേണേഴ്സ് ടെസ്റ്റ് എഴുതാനുള്ള ട്രിക്കാണ് ഇവിടെ പറഞ്ഞു തരുന്നത്. അല്ലാതെ അത് വായിക്കണമല്ല സ്കിപ്പ് ചെയ്യാനായിട്ടുള്ള കാര്യങ്ങളല്ല ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മളത് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ്. അതെല്ലാം വായിച്ചു വെക്കുക തന്നെ വേണം. ടൈം മാനേജ്മെൻറ്റ് ചെയ്യാൻ വേണ്ടി മാത്രമാണ് ഇത് പറഞ്ഞു തരുന്നത്. ഓക്കെ, ഇത് കണ്ടോ. വേറെ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻസിൽ എന്താ ഓപ്ഷൻ ഡി എന്താ പറയുന്നത്, മുകളിൽ പറഞ്ഞവയിലാണ് വരുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു ഒരു 70% ക്വസ്റ്റ്യൻസും ഈ ഡി ഓപ്ഷൻ മുകളിൽ പറഞ്ഞവയെല്ലാം ആണെങ്കിൽ ഡി ഓപ്ഷൻ തന്നെയായിരിക്കും ശരി. അപ്പോൾ ഡി ഓപ്ഷനുള്ളതൊന്നും നമ്മൾ വായിക്കുകയോ പഠിച്ച് വയ്ക്കുകയോ ഒന്നും ചെയ്യണ്ട. ഡി ഓപ്ഷൻ അല്ലാത്തത് നമ്മൾ ഓർത്തിരിക്കുക കേട്ടോ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 70% ഉള്ളത് നമ്മൾ ഓർത്തിരിക്കുക എന്നുള്ളത് നമുക്ക് പാടാണ്. അതിനേക്കാളും എളുപ്പം എന്താണ് ആ ഒരു 30 ഓടായിട്ടുള്ളത് ഡി ഓപ്ഷൻ അല്ലാത്തത് ഓർത്ത് വയ്ക്കുക എന്നുള്ളതാണ് നമുക്ക് നല്ലത് ഒരു എക്സാമിന് പോകുമ്പോൾ.
പ്രത്യേകിച്ച് ഇത്രയും ടൈം ലിമിറ്റഡ് ആയിരിക്കുമ്പോൾ കേട്ടോ, അതുകൊണ്ടാണ് പറഞ്ഞത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ അതുപോലെ തന്നെയാണ്. ഡി ഓപ്ഷൻ പറഞ്ഞത് മുകളിൽ പറഞ്ഞ 3 പ്രസ്താവനയും ശരിയാണെന്നുള്ളതാണ്. ഡി ഓപ്ഷൻ തന്നെയാണ് കറക്റ്റായിട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇങ്ങനത്തെ ഉള്ളത് ഞാൻ പറഞ്ഞു. ഈ ഒരു ഡി ഓപ്ഷനാണ് 70% വരിക, കറക്റ്റായിട്ട് വരിക. അപ്പോൾ അത് നിങ്ങൾ ഈ ഒരു ക്വസ്റ്റ്യൻ ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കുക, അത്രേ ഉള്ളൂ. ഡി ഓപ്ഷൻ ആയിരിക്കും. ഇത് ഓർത്തിരിക്കേണ്ട കാര്യമില്ല, ജസ്റ്റ് വായിച്ച് നോക്കണം. ഞാൻ പറഞ്ഞു, അല്ലാത്തത് മാത്രം നമ്മൾ നോട്ട് പോക്കറ്റ് നോട്ടിൽ എഴുതി വയ്ക്കുക ക്വസ്റ്റിന് ആൻസർ. ഓക്കെ, ഇതും അങ്ങനത്തെ ഒരു വേറൊരു ക്വസ്റ്റ്യനാണ്. ഞാൻ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല കേട്ടോ. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഇതിൽ കണ്ടോ, ഡി ഓപ്ഷൻ അല്ല. ഡി ഓപ്ഷൻ എന്താ, മുകളിൽ കൊടുക്കുന്നതിൽ ഒന്നുമല്ല എന്നാണ് എഴുതിയിരിക്കുന്നത് കേട്ടോ. അതും ഓർത്തിരിക്കാം. മുകളിൽ തന്നിരിക്കുന്നവ എല്ലാം ശരിയാണ് എന്നുള്ളതാണ് ഡി ഓപ്ഷൻ 70% റൈറ്റ് ആയിട്ടുള്ളത്. ഓക്കെ, മുകളിൽ കൊടുക്കുന്നതിൽ ഒന്നുമല്ല എന്നുള്ളതിന് ഈ 70% ഒന്നും വരില്ല കേട്ടോ. അപ്പോൾ ആ ഒരു ഓപ്ഷനും നമ്മൾ ആ ഡി ഓപ്ഷൻ ശരിക്കും ഒന്ന് വായിച്ച് നോക്കുക കേട്ടോ. ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കിയിട്ട് വേണം നമ്മൾ അടയാളപ്പെടുത്താനായിട്ട്. മുകളിൽ കൊടുത്തതിൽ ഒന്നുമല്ല എന്നും വരാം, മുകളിൽ കൊടുത്തതിൽ എല്ലാം ശരിയാണ് എന്നുള്ളതും വരാം. അപ്പോൾ അത് വായിച്ച് നോക്കണം. ഇനി മദ്യപിച്ച് വാഹനം ഓടിക്കുന്നത് രക്തത്തിൽ മദ്യത്തിൻ്റെ അളവ് ഡാഷ് കൂടിയ ശിക്ഷാർഹമാണ്. അപ്പോൾ മദ്യത്തിൻ്റെ അളവ് എന്നുള്ളതിൽ ഒരു ഹൈഫൻ ഇട്ടിട്ട് 100 ml രക്തത്തിൽ 300 mg എന്ന് എഴുതി വെച്ച് എഞ്ചിയിൽ കൂടുതലായാൽ. അപ്പോൾ എങ്ങനെ എഴുതേണ്ടത്, 100 ml ബ്ലഡ് 300 mg, പിന്നെ മുകളിലേക്കൊരു ആരോ മാർക്കും ഇട്ടാൽ മതി. കൂടുതലായാൽ എന്നുള്ളത് മുകളിലേക്കും, കുറവായാൽ എന്നുള്ളത് താഴത്തേക്കുള്ള ഒരു ആരോ മാർക്കും കൂടി ഇട്ടാൽ മതി. സിമ്പിളായിട്ട് നമുക്ക് എഴുതാനായിട്ട് പറ്റും. വെറുതെ ഇങ്ങനെ നോട്ട് ടേക്കിങ്ങിലെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രാധാന്യം വെറുതെ ഇങ്ങനെ വലിച്ചു വാരി എഴുതല്ല, നമുക്ക് മനസ്സിലാവുന്ന രീതിയിൽ എഴുതിയെടുക്കുക. നമുക്കതൊരു എക്സാമിന് കയറുന്നതിന് മുന്നേ അല്ലെങ്കിൽ കയറുന്നതിന് ഒരു ദിവസം മുന്നേ നമുക്ക് അതെല്ലാം ഓർത്തെടുക്കാനായിട്ട് കഴിയണം. അതിനു വേണ്ടി മാത്രമാണ് നമ്മൾ ഈ നോട്ട് ടേക്കിംഗ് ചെയ്യുന്നത്. ഓക്കെ, സിമ്പിളായിട്ടുള്ള നോട്ട് എഴുതിയെടുക്കുന്നത് കേട്ടോ. അപ്പോൾ നോട്ട് എഴുതിയെടുക്കേണ്ടത് എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ നോട്ട് എഴുതിയെടുത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് മുന്നേ അല്ലെങ്കിൽ രാവിലെ എണീറ്റിട്ടാണ് കുറച്ച് നേരം കഴിഞ്ഞിട്ടാണ് പരീക്ഷ എങ്കിൽ നമുക്കത് വായിച്ച് നോക്കുമ്പോൾ പെട്ടെന്ന് മനസ്സിലേക്ക് വരും.